സർവശക്തനായ ദൈവം ഈ താണലോകത്തിലേക്ക് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ഏകജാതനായ പുത്രനെ തകർത്ത് അവരുടെ ഹല്ലേലൂയ അവനിലൂടെയുള്ള ആ ദൈവികമായ രക്ഷയെയോ അവനിലൂടെയുള്ള ദൈവികമായിരിക്കുന്ന സമാധാനത്തെയും ഒക്കെ അവൻ സ്വീകരിക്കാൻ മനസ്സില്ലാതെ തള്ളിക്കളഞ്ഞപ്പോൾ കാൽവരിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹം പറഞ്ഞു, ഈ ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിലൂടെ അല്ലാതെ എനിക്ക് മോചനമില്ല, യേശു അല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല, യേശുവിലൂടെ അല്ലാതെ എനിക്കൊരു രക്ഷ നേടുവാൻ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം ആ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഒരു ഭാഗത്ത് തീർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ആ പദ്ധതിയിൽ ഹല്ലേലൂയ ആരംഭിച്ച ദൈവസഭയുടെ പ്രാരംഭം ഹല്ലേലൂയ അതിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 7 വൻകരകളിലും വ്യാപിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ദേശത്തിൽ ഇപ്രകാരം ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്കൊരവസരം നൽകിയതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഈ രക്ഷയിലേക്ക് ഈ ദേശത്തു നിന്ന് ചിലതിനെ കൂടെ നേടിയെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. ചില തകർന്നു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുക. എൻ്റെ ജീവിതം ഇനി ഒരിക്കലും പുറത്ത് വരത്തില്ലെന്ന് പറഞ്ഞ് ഇതോടെ എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി ഒരിക്കലും എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുക, ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുക സർവശക്തനായ ദൈവം ഈ തിരുവചനങ്ങളാൽ ഈ ദേശത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ആരൊക്കെയോ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു, ഇതൊക്കെ ഹല്ലേലൂയ ശരിയാണോ? ഞങ്ങൾ എത്രയോ നാളുകൊണ്ട് ഇത് കേൾക്കുന്നു, എത്രയെത്ര നാളുകളായി ഈ സുവിശേഷം അവിടവിടങ്ങളിലായി പ്രഘോഷിക്കുന്ന ഞങ്ങൾ കേൾക്കുന്നു, TV മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ എത്രത്തോളം ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തവണ്ണമുള്ളൊരു വ്യത്യാസം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. ആഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിരാശ പിന്നെയും കടന്നു വരുമ്പോൾ ആ നിരാശയ്ക്ക് അറുതി വരുത്തുക ഈ രാത്രി ദൈവം നിങ്ങളുടെ നടുവിൽ ഈ ദൂത് അയക്കുകയാണ്. പ്രിയരേ, ഹല്ലേലൂയ, ഈ വാക്ക് പറഞ്ഞു മാറിപ്പോകാത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ ഒരുവൻ തയ്യാറായാൽ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക. എൻ്റെ സ്വർഗം ഇന്നും ശക്തമാണ്. ആ ദൈവത്തിൻ്റെ കരം ഇന്ന് കുറുകി പോയിട്ടില്ല. അവനോട് ആ ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളി കേൾക്കാൻ കഴിയാതെ വണ്ണം ഈ ദൈവത്തിൻ്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സുണ്ടോ ഈ ദൈവത്തോടൊന്ന് നിലവിളിച്ചാൽ? ഹല്ലേലൂയ, ഈ ദൈവത്തോടൊന്ന് നിലവിളിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ, എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവം. അതെ പ്രിയരെ, ഈ രാത്രി ഇവിടെ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വിഷയത്താൽ ഭാരത്തോട് നിരാശയോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അധികാരമുള്ളവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നമ്മെ വിടിവിപ്പാൻ ശക്തനായവൻ, നമ്മെ സഹായിപ്പാൻ ശക്തനായവൻ, നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളവൻ ആ ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ കരങ്ങളെ തട്ടി ആ കർത്താവിനെ ഒന്ന് സ്വീകരിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ രാത്രിയിൽ ഹല്ലേലൂയ ആ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിനെ ഒന്ന് സ്വീകരിക്കുവാൻ സ്വാഗതം ചെയ്യുക. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ അങ്ങൊന്ന് ഇറങ്ങി വരണമെന്ന് പറയുക. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടി ഒന്ന് പറ, യേശു ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ബിസിനസ്സിലേക്ക്, എൻ്റേതായിരിക്കുന്ന സമസ്ത മേഖലയിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. ജീസസ്, ഹല്ലേലൂയ. നിശ്ചയമായി ആഗ്രഹത്തോടെ പറയുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ പറയുന്നുണ്ടെങ്കിൽ, അവൻ ഉറപ്പോടും തൻ്റെ ഇടത്തോടും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉപമ, നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് കുളിക്കാനായിട്ട് സോപ്പ് ഉപയോഗിക്കാറുണ്ട്.
സോപ്പ് ഉപയോഗിക്കുന്നവർ, ഹല്ലേലൂയ, കുളിമുറിയിൽ കയറി സോപ്പ്, ഹല്ലേലൂയ, സോപ്പ് പെട്ടിയിൽ സോപ്പ് ഇരിക്കുകയാണ്. സ്തോത്രം. തലയിലൂടെ വെള്ളം കോരി ഒഴിച്ചു. ആമേ സോപ്പിലേക്ക് നോക്കുകയാണ്. ഇത് സോപ്പ് കൊള്ളാം, നല്ല സോപ്പാണ്, നല്ല മണമുള്ള സോപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം, കൊള്ളാം, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് സോപ്പിനെ നോക്കി സോപ്പിന് വേണ്ടതായിരിക്കുന്ന എല്ലാ നല്ല സ്തോത്രം നല്ല മാർക്കൊക്കെ കൊടുത്തു സോപ്പിനെ. സ്തോത്രം, ഹല്ലേലൂയ. പിയേഴ്സിൻ്റെ നല്ല സോപ്പ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ മറസൈഡൊക്കെ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. നന്നായിട്ട് നല്ല മണമുള്ള സോപ്പാണ്. സ്തോത്രം. രാവിലെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നത് വരെ ആ ശരീരത്തിൽ അതിൻ്റെ സുഗന്ധം ഇങ്ങനെ നിൽക്കും. ആമേൻ, സ്തോത്രം. നല്ല സോപ്പാണ്. സ്തോത്രം. ഇങ്ങനെ പറയുക, സോപ്പേ നീ കൊള്ളാം, സോപ്പേ നീ കൊള്ളാം, നല്ല മണമുള്ള സോപ്പാണ്. സ്തോത്രം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് തലയിലൂടെ വെള്ളം കോരിയൊഴിച്ചു. ആമേൻ, സ്തോത്രം. അല്പം കഴിഞ്ഞിട്ട് സ്തോത്രം, ആമേൻ, എന്ത് ചെയ്യുക, തലയിൽ തോർത്തെടുത്ത് ആമേൻ തുടച്ചു തിരിച്ചു പോന്നു. സോപ്പ് അവിടെ ഇരിക്കുകയാണ്. സോപ്പിനെ പുകഴ്ത്തി. സോപ്പിനെ എന്ത് ചെയ്തു? പുകഴ്ത്തി. സോപ്പിന് വേണ്ട എല്ലാ വിളിച്ച് പറയാനുള്ള മറ്റുള്ളവർത്തൊക്കെ പറഞ്ഞു, കൂട്ടുകാരടുത്തൊക്കെ പറഞ്ഞു, ഈ സോപ്പ് നല്ല സോപ്പാണ്, നല്ല മണമുള്ള സോപ്പാണ്, കുഴപ്പമില്ല, നന്നായിട്ട് നല്ല സോപ്പാണെന്നൊക്കെ പറഞ്ഞ് സ്തോത്രം നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് കൊടുത്തു. സ്തോത്രം. അങ്ങനെ മാർക്ക് കിട്ടിയത് കാരണം അതിൻ്റെ കമ്പനിക്കാരന് നല്ല പ്രോഫിറ്റും കിട്ടാൻ തുടങ്ങി. സ്തോത്രം. പക്ഷേ ആ സോപ്പ് തേച്ച് നമ്മൾ കുളിക്കാത്തത് കൊണ്ടോ നമ്മുടെ ശരീരത്തിലെ അഴുക്കും പോയില്ല. ആ സോപ്പ് നോക്കി നിന്നവൻ്റെ ശരീരത്തിൽ അഴുക്കും പോയില്ല, അവൻ്റെ ശരീരത്തിൽ മണവും ഉണ്ടായില്ല. സ്തോത്രം. അതിൻ്റെ ഒരു ഉപയോഗവും അവനുണ്ടായില്ല. ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ക്രൈസ്തവ സമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതും ഇത് തന്നെയാണ്. ക്രിസ്തുവാരാണെന്നും ക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്നുമൊക്കെ പലരിലൂടെയും കേട്ടും വായിച്ചും അറിഞ്ഞുമൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ആ അനുഭവങ്ങളെ കൊണ്ടുവരുവാൻ കഴിയാതെ വേണം. ആ കാൽവരിയുടെ കുലമരത്തിൽ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന യേശുവിൻ്റെ തിരുശരീരം നോക്കിയും അതിൻ്റെ രൂപമുണ്ടാക്കിയും ഒക്കെ അതിനെ അനുമോദിക്കുവാനും അത് ദൈവപുത്രനാണ്, യേശുവാണ്, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവാണെന്നൊക്കെ പറയുവാനും, എല്ലാ ദുഃഖവെള്ളിയിലും എല്ലാ വർഷം തോറും നടക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ദുഃഖം ആചരിച്ച് സ്തോത്രം ഉച്ചയ്ക്ക് ഹല്ലേലൂയ പകരം കഞ്ഞി കുടിച്ച് ദുഃഖം ആചരിച്ചും, ഹല്ലേലൂയ ഈസ്റ്റർ ദിനത്തിൻ്റെ അന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ഇന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടും, ഹല്ലേലൂയ അന്ന് വളരെ വലിയ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടുമൊക്കെ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെയൊക്കെ നന്നായി ആഘോഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ആഘോഷങ്ങളിൽ കുടുങ്ങി, ഈ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനുള്ള ഒരു അവസ്ഥയല്ല കർത്താവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനപ്പുറമായി ക്രിസ്തുവിൽ വന്ന് അതിലൂടെ ലഭിക്കുന്നതായ ചില ആത്മീക അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്തിനാ കാൽവരിയിൽ തകർക്കപ്പെട്ടത്? എന്തിനാ കർത്താവിനെ 3 ആണികളിൽ തറച്ച് ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ച് കൊല്ലുവാനിടയായി തീർന്നത്? ക്രൂശിച്ചു കൊന്നു എന്ന് പറയുന്നത് തെറ്റായൊരു പദമാണ്. ആരും യേശുവിനെ ക്രൂശിച്ചു കൊന്നില്ല. തലേ ദിവസം മുതൽ ആരംഭിച്ച പീഡനത്തിൽ ശരീരവാസകലം അടിച്ചു തകർക്കപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ആ അടിച്ചു തകർക്കപ്പെട്ട ശരീരത്തിലെ രക്തം മുഴുവൻ വാഴ്ന്നൊഴുകിയിട്ടും ആ ഗോൽഗോഥ മലയുടെ മുകൾ വരെ ഈ പച്ചപ്പൈന്മൻ കുരിശുമേന്തി കടന്നു കയറി ചെന്നിട്ടും തൻ്റെ ശരീരത്തിലെ രക്തമൊക്കെ വാർന്നു പോയിട്ടും, സ്തോത്രം, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിനു മുമ്പേ കുഴഞ്ഞു വീണ് മരിക്കുമായിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കിയോ നിങ്ങൾ ആരെങ്കിലും? ഹല്ലേലൂയ. എപ്പോൾ തുടങ്ങി, എത്ര മണിക്കൂറിന് മുമ്പ് തുടങ്ങിയ പീഡനമെന്നറിയാമോ? ആ കൽത്തളത്തിലിട്ടടിച്ച് ശരീരത്തെ മറിച്ചും തിരിച്ചുമിട്ടടിച്ച് ചാട്ടവാറുകൾ കൊണ്ട് തൻ്റെ ശരീരത്തിൽ ആഴത്തിൽ അടിച്ചിട്ട് വലിച്ചു മറിച്ചെടുക്കുമ്പോൾ ശരീരം അതിനകത്തു നിന്ന് ശരീരത്തിൻ്റെ മാംസകഷ്ണങ്ങൾ എല്ലിൻ കഷ്ണങ്ങളിലും അതിൻ്റെ മുൾക്കൊളുത്തുകളിലും ചുണ്ടൽ കൊളുത്തുകളിലും ഉടക്കിക്കൊണ്ട് അത് പറിച്ചു വരുമ്പോൾ ശരീരം ഉഴവുചാൽ പോലെ കീറപ്പെടുവാനിടയായി തീർന്നു. ആ
ചാട്ടവാറിൻ്റെ ആ അഗ്രത്തെ അടുത്ത് വച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കുടയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് രക്തം ആ വെള്ളത്തിൽ ഇറ്റിറ്റ് വീഴുകയും മാംസകഷ്ണങ്ങൾ ചിതറി വീഴുകയും ചെയ്തു. ഇത് നോക്കിക്കൊണ്ടിരുന്ന പീലാത്തോസ് മുകളിലിരുന്ന് കണ്ടിട്ട് പറയുകയാണ്, അവൻ എഴുന്നേറ്റ് വന്ന് കഴുകൾ തൻ്റെ 2 കൈകളും കഴുകിയിട്ട് ഇങ്ങനെ പറയുന്നു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അതെ, ആമെ ക്രൂശിക്കുവാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്ക. ഓ ഹല്ലേലൂയ. കാപാലികന്മാരുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത അവ പീലാത്തോസ് വിളിച്ചു പറയുന്നു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ചില രക്തത്തിൻ്റെ കണക്ക് പറയുവാ ചില നാളുകളിൽ നീ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരോ. ചില രക്തപ്പഴിയുടെ കുറ്റം നിമിത്ത ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യഥകളുണ്ടല്ലോ, അത് ഇന്ന് രാത്രി തീരണമെങ്കിൽ അവ കാൽവരിയുടെ കുലമരത്തിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് മുമ്പ് അവ നീ സമർപ്പിച്ചാൽ ഈ രാത്രിയിൽ നിനക്കത് സാധ്യമാണോ? ഇല്ലെങ്കിൽ ചില രക്തപ്പഴിയുടെ കണക്ക് ആമെ തലമുറയായി പറയേണ്ടി വരുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. അതേ പ്രിയരെ, ചില രക്തച്ചൊരിച്ചിലുകൾക്ക് കണക്ക് പറയേണ്ട ചില അവസ്ഥകൾ ചിലരുടെ ജീവിതത്തിലുണ്ടാവും. അത് തലമുറയായി പറയേണ്ടതായ സാഹചര്യം കടന്നു വരാതിരിക്കേണ്ടതിന് അവ കുറ്റമില്ലാത്ത രക്തത്തിന് വേണ്ടി നീ കാൽ ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റമില്ലാത്ത രക്തം ചിന്തുവാൻ നീ അവസ്ഥയ്ക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിന് മുൻപാകെ ഒന്ന് സമർപ്പിച്ചിട്ട് പറ, യേശുവേ, ആ രക്തത്തിൻ്റെ പഴി എൻ്റെ മേലോ എൻ്റെ തലമുറയുടെ മേലും കണക്കിടരുതെന്ന്. എനിക്കറിയത്തില്ല ആരോടുള്ള ദൈവിക ദൂത് വിളിച്ചു പറയുകയാണോ ഈ ശബ്ദസീമയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ ഈ രാത്രി ആ രക്തപ്പഴി നിന്റെ മേൽ നിന്നും മാറും. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിന്നെ ആർക്കാ പങ്കുള്ളത്? ഹല്ലേലൂയ. ആർക്കാ പങ്കുള്ളത്? യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന രാത്രിയിൽ പീലാത്തോസിൻ്റെ ഭാര്യയിലോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക. രാത്രിയിൽ ഒരു ദർശനത്തിൽ തന്നോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ മേൽ അവൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന് പറയുക പീലാത്തോസിനോട്. പതിയെ വിളിച്ച് രഹസ്യമായി വിളിച്ച് കാര്യം പറഞ്ഞു. മനുഷ്യ, രാജാവാണല്ലോ, ഹേ രാജാവേ, ഹേ പ്രഭോ, താങ്കളുടെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യന് നീതിമാനാണ്. ആ നീതിമാനെതിരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ തീരുമാനമെടുക്കാൻ നിൽക്കരുത്. സ്തോത്രം, സ്തോത്രം. നീതിമാനെതിരെ തീരുമാനമെടുത്തത് നിമിത്തം പീലാത്തോസിന് സംഭവിച്ചത് എന്തെന്നറിയണ്ടേ? അദ്ദേഹം ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ കയ്യടി കിട്ടുവാൻ, യഹൂദന്മാരുടെ കയ്യടി കിട്ടുവാൻ തലേനാൾ ദൈവാത്മാവിലൂടെ ആലോചന ലഭിച്ചിട്ടും അത് വകവയ്ക്കാതെ യേശുവിനെ സ്വതന്ത്രമായി വിട്ടയക്കുവാൻ തയ്യാറാകാതെ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ആ ഹല്ലേലൂയ മതനേതാക്കന്മാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് തൻ്റെ കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പ്രിയരെ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, ആ രക്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ കുലമരത്തിൽ അവൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ കേരളത്തിൻ്റെ ഈ മുക്കിൽ കിടക്കുന്ന എനിക്ക് അങ്ങ് ഹല്ലേലൂയ യെരുശലേമിൽ, ബെത്ലഹേമിൽ, അല്ലെങ്കിൽ യെരുശലേമിൽ ഗോൽഗോഥായുടെ മലമുകളിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച യേശുവിൻ്റെ രക്തത്തിന് എനിക്കും തമ്മിൽ എന്താ ബന്ധം? ആ രക്തത്തിന് ഞാൻ എന്താ കണക്ക് പറയേണ്ടത്? അതിൻ്റെ ആവശ്യമില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. യേശുവിൻ്റെ രക്തത്തിന് മുമ്പ് കണക്ക് പറയേണ്ടതായിട്ടൊരു ദിവസമുണ്ടോ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ യേശുവിൻ്റെ രക്തത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ മുട്ടുമടക്കുക തയ്യാറാകുന്നവർക്ക് ലഭ്യമാകുന്ന രക്ഷ ഏറ്റവും വലിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കുന്ന ഒന്നാണ്.
യേശുവിൻ്റെ രക്തം സകല ശാപവും തീർക്കുന്നതാണ്. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസമുണ്ടോ? ആ കർത്താവിൻ്റെ രക്തം എൻ്റെ ശാപത്തെ തീർക്കുവാൻ മതിയായതാണ്. ആ യേശുവിൻ്റെ രക്തം എൻ്റെ ശിരസ് മുതൽ എൻ്റെ പാദം വരെ ഒഴുക്കണമേ എന്ന് പറയുക തൻ്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ, യേശുവേ, ആ യേശുവിൻ്റെ രക്തം എനിക്കായി തകർക്കപ്പെട്ട യേശുവിൻ്റെ രക്തം എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒന്ന് ഒഴുക്കണമേ എന്ന് ആ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് അവൻ ഒന്ന് പറയുവാൻ തയ്യാറാകുമോ? എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? യേശുവിൻ്റെ രക്തം ശാപത്തെ തീർക്കുന്നു. അതേതൊക്കെ ശാപങ്ങളാണെന്ന് ഞാൻ പറയാം. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഈ ദൈവവചനം പറയുമ്പോൾ പെട്ടെന്ന് ഒരു വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നു. മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം എന്തൊക്കെ ശപിക്കപ്പെട്ടെന്നറിയാമോ? ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യൻ്റെ മേൽ ശാപം വന്നു, സ്ത്രീയുടെ മേൽ ശാപം വന്നു, പാമ്പിൻ്റെ മേൽ ശാപം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ദൈവം ശപിച്ചത് ഭൂമിയെ ശപിച്ചു. എന്താ ശപിച്ചത്? മുള്ളും പറക്കാരയും ഉണ്ടാകും. അപ്പോൾ ഭൂമി മേൽ ശാപം കിടപ്പുണ്ട്. ഭൂമി മേൽ ശാപം കിടപ്പുണ്ട്. മനുഷ്യൻ്റെ മേൽ ശാപം കിടപ്പുണ്ട്. സ്ത്രീയുടെ മേൽ ശാപം കിടപ്പുണ്ട്. പാമ്പിൻ്റെ മേൽ ശാപം കിടപ്പുണ്ട്. എന്നാൽ ആ ശാപത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ഈ പറയപ്പെട്ട സകല ശാപത്തിൽ നിന്നും പുറത്തു വരികയാണ്. ഇന്ന് രാത്രി ആ ശാപത്തിൽ നിന്ന് പുറത്തു വന്നവർ മാത്രം കരങ്ങളുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ നമ്മൾ ശാപത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മുടെ നടത്ത. അതറിയാമോ? ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മുടെ നടത്ത. ഹല്ലേലൂയ. ആ ശപിക്കപ്പെട്ട ഭൂമിയിൽ നാം നടക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ശാപത്തിൻ്റെ പരിണിത ഫലമായുണ്ട മുള്ളും പറക്കാരയും നമ്മുടെ കാലുകളിൽ കൊത്തിക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. അക്ഷരികമായി ഒരു മുള്ള് കാലിൽ കൊള്ളാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാലിൽ ചെരുപ്പിടണം. ആത്മീകമായൊരർത്ഥം ഞാൻ പറയാം. സ്തോത്രം. ആത്മീകമായി ഈ ഭൂമി മേലുള്ള ശാപം ഒരു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പതിക്കാതിരിക്കേണ്ടതിന് സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ചെരുപ്പുണ്ട്. ആ ചെരുപ്പിൻ്റെ പേരാണ് സുവിശേഷം. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഈ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം? ശാപത്തിൽ നിന്നും, ഭൂമിയിലുള്ള ശാപത്തിൽ നിന്നും നമ്മെ അവൻ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒന്നാണ്. ഹല്ലേലൂയ. സത്യസുവിശേഷത്തിനായുള്ള ഒരുക്കം നിൻ്റെ കാലൻ എന്താക്കണം? ചെരുപ്പാക്കണം. അപ്പോൾ സുവിശേഷം നമുക്ക് ഭൂമിയിലുള്ള ശാപം ആത്മമണ്ഡലത്തിൽ നമ്മെ തൊടാതിരിക്കേണ്ടതിന് ഭൂമിയിലുള്ള ശാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒന്നാണ് സുവിശേഷം. സ്തോത്രം. അവൻ സുവിശേഷത്തിൽ ചലിക്കുന്നവൻ. സുവിശേഷം എന്നാൽ എന്താണ്? സുവിശേഷം എന്നാൽ എന്താണ്? അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്തോത്രം. യേശു കർത്താവ് അവൻ സ്തോത്രം ഈ ഭൂമിയിൽ കടന്നു വന്നു, മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അതിനെ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തുവാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ പദം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. സുവിശേഷം എന്നതോ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തുവാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സുവിശേഷത്തിൽ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരുവൻ അവൻ സകല ശാപത്തിൽ നിന്നും അവൻ വ്യത്യസ്തനായി മാറുകയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. അതിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ഇനി ഒരു ശാപവും എൻ്റെ മേൽ വാഴില്ലെന്ന് തൻ്റെ അടുത്തോടെ പറയാം. ഇനി ഒരു ശാപവും എൻ്റെ മേൽ വാഴത്തില്ലെന്ന് തൻ്റെ അടുത്തോടെ പറയാം. ശാപത്തിൻ്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം.
ആവർത്തന പുസ്തകം ഈ ഹല്ലേലൂയ പഠിക്കുമ്പോൾ അതിനകത്ത് അവൻ വളരെ സ്തോത്രം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ശാപത്തിൻ്റെ പട്ടികകൾ കിടപ്പുണ്ട്. എന്നാൽ ആ ശാപത്തിൻ്റെ പട്ടികൾക്കകത്തു നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. സ്തോത്രം. ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ് പ്രിയമുള്ളവർ. ഹല്ലേലൂയ. ആ കാൽവരിയുടെ സ്തോത്രം ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ ശരീരത്തെ അടിച്ച് തകർത്ത് അവൻ തരിപ്പണമാക്കിയെങ്കിലും സ്തോത്രം അവൻ ആ ശരീരവുമായി പച്ച പൈൻമരൻ കുരിശുമായിട്ട് അവൻ കാൽവരിയുടെ മുകൾ ഭാഗം വരെ നടന്ന് കയറുമ്പോൾ പലവട്ടം യേശു വീഴുവാനിടയായി. എന്തുകൊണ്ട് വീണത്? ശരീരത്തിൽ രക്തമില്ല, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ രക്തമില്ലാതൊരു മനുഷ്യൻ എത്ര സമയം ജീവിക്കാൻ പറ്റും? അവൻ ബോധം കെട്ട് വീഴും, അവൻ്റെ ജീവിതത്തിൽ മരണം സംഭവിക്കും. ഹല്ലേലൂയ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത്രമാത്രം അടിച്ച് തകർത്തിട്ടും ആമേൻ കയ്യിലും കാലിലും ആണികൾ അടിച്ചിട്ടും ആമേൻ അതിലൂടെ എല്ലാം ശരീരത്തിലെ രക്തം വാർന്നൊഴുകിയിട്ടും ക്രൂശിലേശു മരിച്ചില്ല. മരിച്ചോ? ഹല്ലേലൂയ. ക്രൂശിലേശു മരിച്ചില്ല. സ്തോത്രം. യേശുവിനെ ക്രൂശിച്ച് കൊന്നെന്ന് പറയുവാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവൻ യേശുവിനെ ക്രൂശിച്ച് കൊന്നതല്ല, മറിച്ച് കർത്താവ് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, കർത്താവേ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ആമേൻ. ഇതെല്ലാം സംഭവിച്ചിട്ടും ഒന്നും തനിക്ക് തൻ്റെ ജീവൻ മാറുവാനിടയായില്ല. അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷമേ, ഒരു ഉത്തരവാദിത്വം കൂടെ നിവർത്തീകരിച്ചതിന് ശേഷമേ തനിക്ക് ഈ ശുശ്രൂഷയിൽ നിന്ന് പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയത്തുള്ളൂ. അതുവരെ എന്ത് കഷ്ടമാണെങ്കിലും, എന്ത് നഷ്ടമാണെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും അതിനെയൊന്ന് അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ക്രൂശിൽ കിടന്ന യേശു ചിന്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആരോടോ വ്യക്തിപരമായി പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു തീരുമാനത്തിൽ ഉറയ്ക്കണം. ഒരു തീരുമാനത്തിൽ നീ ഉറച്ചേ മതിയാകൂ. എന്ത് കഷ്ടമാണെങ്കിലോ, എന്ത് നഷ്ടമാണെങ്കിലോ, എന്ത് പ്രയാസമാണെങ്കിലോ, എന്ത് പ്രശ്നമാണെങ്കിലോ, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർണ്ണതയിൽ ഞാൻ എത്തും വരെ ആ സ്വർഗീയ എൻ്റെ പൊന്മുഖം നോക്കി ഞാൻ യാത്ര ചെയ്യുക. പിറകിലേക്ക് ഞാൻ തിരിയത്തില്ലെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ചു വേണം ഇതിനകത്ത് നിന്ന് കടന്നു പോകുവാൻ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പാട്ടുകാരൻ അവിടെ പാടിയ സമയത്ത് പറഞ്ഞു, ഹല്ലേലൂയ, തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. സ്തോത്രം. നിന്നെ പണിതെടുത്ത്, ഹല്ലേലൂയ, പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. സ്തോത്രം. തീരുമാനത്തിൽ ഉറയ്ക്കണം. വ്യക്തിപരമായി ദൂത് വ്യക്തിപരമായി പറയുക. ഹൃദയത്തിൻ്റെ അകത്ത് സ്തോത്രം കഷ്ടവും സങ്കടവും നീരസവും നിരാശയും വേദനയും പ്രയാസവും നിമിത്തം ആമേൻ ജീവിതത്തോട് തന്നെ ഒരു വല്ലാത്ത അവസ്ഥ, ജീവിതത്തോട് തന്നെ ഒരു കയ്പിൻ്റെ അവസ്ഥ തോന്നിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇല്ല, ആമേൻ ഇവിടെ വെച്ച് ഹല്ലേലൂയ തീർത്തിട്ട് പോകാനുള്ളതല്ല. നിനക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ ഫിനിഷിംഗ് പോയിന്റ്, അവിടെ നിനക്ക് വേണ്ടി ചില നന്മകളുമായി കാത്തിരിക്കുന്ന ഒരു ഹല്ലേലൂയ നന്മ നൽകി നിന്നെ മാനിച്ചുയർത്തുക ഒരുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ. അതുവരെ നീ ഓടി എത്തിയേ മതിയാകൂ. അതുവരെ നീ എത്തിച്ചേർന്ന മതിയാകൂ. വഴി മധ്യത്തിൽ വെച്ച് മതിയാക്കാനുള്ളതല്ല. നിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീ എത്തുവോളോ ആ ക്രൂശിന്റെ നാഥനെ നോക്കി നീ മുന്നിലോട്ട് ചലിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ 7 മൊഴികൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിൽ 6ാമത്തെ മൊഴി സകലവും നിവർത്തിയായി. ടെറ്റലസ്റ്റായി, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല. ക്രൂശിൽ അവസാന കഷ്ടതയാകുന്ന, അവസാനത്തെ പീഡാനുഭവമാകുന്ന ക്രൂശിലെ പീഡാനുഭവത്തിലും അടിപതറുവാനിടയാകാതെ ക്രൂശിൽ നിൽക്കുമ്പോഴും നീ മറ്റു പലരെയും ഉയർത്തിപ്പിച്ചവനല്ലേ,
നീ മറ്റു പല അത്ഭുതങ്ങളും ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്തതല്ലേ? രോഗികളെ സൗഖ്യമാക്കിയില്ലേ? മുടന്തരെ നടക്കുമാറാക്കിയില്ലേ? ചെകിടരെ കേൾക്കുമാറാക്കിയില്ലേ? കുരുടരെ കാണുമാറാക്കിയില്ലേ? പക്ഷപാതക്കാരനെ നടക്കുമാറാക്കിയില്ലേ? എന്തേ ക്രൂശിൽ നിന്ന് നിനക്കിറങ്ങി വരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തലകുലുക്കി ആക്ഷേപിക്കുമ്പോഴും ഹല്ലേലൂയ അവിടെ ഈഗോ പൊങ്ങി വന്നില്ല. അവിടെയും ശാന്തമായി നിന്നുകൊണ്ട് ഇല്ല, ഇതിനുള്ള മറുപടി ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ മറുപടി നിനക്ക് കാണുവാൻ ഇടയായി തീരുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അവിടെ ക്രൂശിൽ അനുസരണമുള്ളവനായി സമർപ്പിക്കപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആരുടെയും ചോദ്യത്തിന് മുമ്പാകെ നമ്മുടെ ഈഗോ നിമിത്തം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ അത് നിറവഴിയായി നിറവേറ്റിയിട്ട് പറ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ളൊരു പ്രാഗൽഭ്യം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുക. മുമ്പിലുള്ള വൈരികളെ നോക്കാതെ, മുമ്പിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആത്മാവിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ തീരുമാനമെടുക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷമായി പിതാവാം ദൈവത്തോട് പറയുകയാണ്, തൻ്റെ ചുമലിൽ തന്നെ തല ചായ്ച്ചുകൊണ്ട്, തൻ്റെ ചുമലിൽ തന്നെ തല ചായ്ച്ചുകൊണ്ട്. അതിനകത്തൊന്നും ഒരു കാര്യം പറയാം. ക്രൂശിൽ കിടന്ന യേശു, ഹല്ലേലൂയ, മരണസമയമായപ്പോൾ തനിക്ക് തൻ്റെ തല ചായ്ക്കാൻ ഒരു മടിയോ ഒരു സഹോദരൻ്റെ കരമോ ഒരിടമോ ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ തോൾ തന്നെ തനിക്ക് സമർപ്പിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. ആരും സഹായമില്ലെങ്കിലും, ആരും സഹായമില്ലെങ്കിലും, ആരും സഹായമില്ലെങ്കിലും, ഇനി ആരും സഹായിച്ചില്ലെങ്കിലും, ഇനി ആര് കൂടെ ഇല്ലെങ്കിലും, എന്നെ ഏൽപ്പിച്ചൊരു ഈ ഉത്തരവാദിത്വം എനിക്കുണ്ടോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടോ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു ഉത്തരവാദിത്വം നിങ്ങൾ തന്നിട്ടുണ്ട്. സ്തോത്രം. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കടന്നുപോയതായ കർത്താവിൻ്റെ ഭക്തൻ സാധു കൊച്ചുകുഞ്ഞുപദേശി തൻ്റെതായിരിക്കുന്ന ശുശ്രൂഷ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ വ്യഥകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പല സഹായങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് മുഖം മറച്ചു മാറിപ്പോയപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉയർന്നു വന്നൊരു ഗാനശകലമുണ്ട്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഒരു സഹായം ഉല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. അപ്പനും അമ്മ
പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരു ഉത്തരവാദിത്വം, പ്രൈസ് ദി ലോർഡ്, ഒരു ഉത്തരവാദിത്വം ദൈവത്തിങ്കൽ നിന്ന് കിട്ടിയ ഒരു വ്യക്തിയാണോ നമ്മിൽ ഓരോരുത്തരുമെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവ് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നതുപോലെ നമുക്ക് ദൈവം തന്ന ഉത്തരവാദിത്വം നിവർത്തിപ്പാൻ തക്കവണ്ണം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യേശു കർത്താവ് സകലം നിവർത്തിയായി എന്ന് പറഞ്ഞു. അവസാനം തൻ്റെ പ്രാണനെ പിതാവിൻ്റെ ഭരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ തോളിൽ തലചായ്ച്ച് പിതാവാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. അതുവരെ തൻ്റെ പ്രാണനെ തൊടാൻ, തൻ്റെ പ്രാണനെ തൻ്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. മരണത്തിൻ്റെ അധിപതിയും നോക്കി നിന്നു, അവനും സാധിച്ചില്ല. ഹല്ലേലൂയ. മരണാധികാരിയായ പിശാചല്ല യേശുവിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയത്. യേശുവിൻ്റെ ആത്മാവ് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സമർപ്പിക്കപ്പെട്ടത്. സ്തോത്രം. ഈ ലോകത്തിലെ സകല മനുഷ്യരും മരിക്കുമ്പോൾ അതിന് മരണത്തിനൊരു അധികാരിയെ ദൈവം വെച്ചിട്ടുണ്ട്. ആ മരണാധികാരിയുടെ മരണത്തിൻ്റെ കീഴിൽ അവൻ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ തൻ്റെ കരങ്ങളിൽ അവൻ പരമേൽപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ആത്മാവ് അത് മരണാധികാരിയുടെ കരങ്ങളിലല്ല ഏൽപ്പിക്കപ്പെട്ടത്, അത് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ഞാൻ അതിനകത്തു നിന്ന് ഒരു ദൂത ദൈവസഭയോട് കൈമാറാ. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, അവൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ള തിരുവചന പ്രകാരം യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതു സൃഷ്ടിയായ വ്യക്തിയാണ് ആമേൻ മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വരുന്നത് മരണാധികാരിയല്ല, ദൈവത്തിൻ്റെ ദൂതന. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന വാത്സല്യ സ്നേഹിത, പ്രിയ മാതാവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പറയുവാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ ആത്മാവിനെ ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി പരമേൽപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ യേശുവിൽ മറയപ്പെട്ട വ്യക്തിയാണെന്ന് പറയുവാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ഈ സൗഭാഗ്യത്തെയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ ദേശമായി വിളിച്ചു പറയുന്നത്. അതേ പ്രിയരെ, മരണത്തിൻ്റെ മുമ്പാകെ സകല ശാസ്ത്രവും മുട്ടുമടക്കുമ്പോൾ, സകല വൈദ്യശാസ്ത്രവും മുട്ടുമടക്കുമ്പോൾ, ഈ ലോകത്തിലെ സകല മനുഷ്യന്മാരും വൻപന്മാരുമൊക്കെ മുട്ടുമടക്കുമ്പോൾ, സകല ചക്രവർത്തിമാരും ഈ മരണത്തിൻ്റെ അധികാരിയുടെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ, സ്തോത്രം, ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ ഈ ദൈവവചനമുണ്ടല്ലോ, മരണത്തിന് വിട്ടുകൊടുക്കാതെ നിത്യജീവങ്ങളിലേക്ക് ആനയിക്കുന്ന ഒരു ശബ്ദമാണ്. ആ സത്യ സുവിശേഷമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഇതെന്ത് അധികാരത്തോടെയാണ് ശുശ്രൂഷിക്കുന്നത്? ആര് തന്ന അധികാരത്തോടെയാണ് പറയുന്നത്? ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച ഉയർത്തെഴുന്നേറ്റവൻ, ഹല്ലേലൂയ, ആ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പുറപ്പെട്ട സകല സൃഷ്ടികളോട് ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. ആമേൻ. ഈ രക്ഷയിലൂടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പാപം മാറിക്കിട്ടും, ശാപം മാറിക്കിട്ടും, രോഗത്തിൽ നിന്ന് വിടുതലുണ്ട്, മരണാധികാരിയായ പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. മരിക്കുമ്പോൾ മരണത്തിൻ്റെ അധിപതിയല്ല കൊണ്ടുപോകുന്നത്, സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആമേൻ ഹല്ലേലൂയ ചേർത്ത് കൊള്ളപ്പെടുന്ന ഒരു മഹത്വകരമായ അനുഭവം ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർ പറയാം, എനിക്ക് ആ യേശുവിനോട് കൂടെ ആ ദൈവികമായ സമാധാന സമൃദ്ധിയിലേക്ക് പ്രവേശിക്കണമെന്ന് അവൻ ആഗ്രഹമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. മരണത്താൽ ഇതെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുടിയാന്മാർ ഉടയവൻ്റെ മകനെ
ഏകജാതനായ അല്ലെങ്കിൽ പൊന്നോമന പുത്രനെ കൊന്നുകളഞ്ഞവൻ്റെ അവകാശം തട്ടിപ്പറിക്കാമെന്ന് പദ്ധതിയിട്ടുകൊണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആ അവകാശിയായിരിക്കുന്ന ഉടമസ്ഥൻ്റെ പുത്രനെ കൊന്നുകളഞ്ഞപ്പോൾ അവർ ചിന്തിച്ചില്ല അവർക്ക് പറ്റിയത് വലിയൊരു അബദ്ധമാണെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഒരിക്കൽ യേശു കർത്താവ് തകർക്കപ്പെട്ടു. എന്തിനാണ് തകർക്കപ്പെട്ടതെന്നറിയണ്ടേ? നാം ഓരോരുത്തരും രക്ഷ നേടേണ്ടതിനാണ്. ഇന്ന് രാത്രി എനിക്ക് യേശുവിലൂടെയുള്ള രക്ഷ എനിക്ക് വേണം. ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് നിത്യനരകത്തിലേക്ക് മരണത്തിൻ്റെ അധിപതിയായി പിശാചിൻ്റെ കരവലയത്തിലല്ല പോകേണ്ടത്. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ ലോകത്തിൽ ദൈവം എനിക്ക് എത്ര നാൾ ജീവിക്കുവാൻ അവസരം തരുന്നോ ആ നാൾ മുഴുവനും ഈ ലോകത്തിൻ്റെ ശാപം, ഈ ഭൂമിമേലുള്ള ശാപം, മറ്റു തരമായ ശാപങ്ങളോ രോഗങ്ങളോ ഒന്നും തന്നെ എന്നെ തൊടാതെ ദൈവികമായിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു നിമിഷം ഹല്ലേലൂയ ദൈവസനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്കൊരുമിച്ച് ദൈവസനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കരങ്ങളിൽ ഞാൻ വീണു പോകരുതേ. ഈ ലോകത്തിൽ ആദാമ്യ പാപത്താൽ കടന്നു വന്നതായ പാപവും ശാപവും രോഗവും നിമിത്തം മാനവകുലം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തകർച്ചയിൽ ഞാൻ അകപ്പെട്ടു പോകരുതേ. കർത്താവേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ രക്ഷയുടെ വാതായനത്തിലൂടെ നിത്യത സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും അവസരം തരണമേ എന്ന് പറയുവാൻ ആ ഹൃദയങ്ങളൊന്ന് തുറക്കട്ടെ, ആ നാവുകളൊന്ന് ചലിച്ചു തുടങ്ങട്ടെ. ദൈവത്തിനെ സമർപ്പിക്കാം, ആ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, ഹൃദയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ എനിക്കായി തകർക്കപ്പെട്ട ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ എനിക്ക് രക്ഷ നേടണം, എനിക്ക് രക്ഷ നേടണം, എനിക്ക് സ്വാതന്ത്ര്യം നേടണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേ
ജീവിക്കും ഞാനിനി. ലോകത്തെ സ്നേഹിക്കുവാനല്ല, പാപത്തെ സ്നേഹിക്കുവാനല്ല, എനിക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു എൻ്റെ പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തി കാൽവരിയുടെ കുലമരത്തിൽ എനിക്കായി രക്ഷയുടെ വാതിൽ തുറന്നു തന്നു നിത്യസമാധാനത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽ തുറന്നു തന്ന കർത്താവിനായി ഞാൻ ജീവിക്കും. യേശുവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കാണിച്ചു തന്നത് മാതൃക പ്രകാരം രക്ഷയുടെ ഹല്ലേലൂയ സമാധാനത്തിൻ്റെയും അനുഭവത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു മാനസാന്തര അനുഭവത്തോടുകൂടി കർത്താവിൻ്റെ വചനപ്രകാരം ജലത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് സർവശക്തനായ ദൈവത്തെ വിശുദ്ധിയിലും വേർപാടിലും ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ശേഷമുള്ള ജീവിതകാലം ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് സമർപ്പിക്കുവാൻ ഇന്ന് രാത്രി ഒരു വ്യക്തിക്കെങ്കിലും കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്ന പകൽ രാത്രിയാണ്. അതേ കർത്താവേ, ഈ രാത്രി ഞാൻ കേട്ട വചനം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദകളിൽ നിന്നും വിടിവിക്കുന്നതാണ്. ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ക്രിസ്തുവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചോ അനന്തരമായി സംഭവിക്കുന്നത് എന്തെന്നതിനെക്കുറിച്ചോ എനിക്കൊരു ബോധ്യമില്ല. പക്ഷേ ഇത് രാത്രിയിൽ ദൈവജനത്തിലൂടെ എനിക്കൊരു കാര്യം ബോധ്യമായി. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് യേശു കർത്താവ് തൻ്റെ ജീവിതം കൊണ്ടോ ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുമ്പോൾ ആ മരണത്തിനപ്പുറമുള്ള ജീവിതം ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു. എത്ര പേർക്ക് കഴിയും? ഈ ശബ്ദസീമയിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഹൃദയം ആഗ്രഹിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ നെഞ്ചത്തേക്ക് കരം വെച്ചുകൊണ്ട്, ആ ഇടത് കരം നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് ആ വലത് കരം ഉയർത്തിക്കൊണ്ട് പറ, യേശുവേ, എൻ്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ക്രിസ്തുവിലുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി കേട്ടു. പരിഹാരം നൽകി രക്ഷ നൽകി സഹായിക്കുവാൻ കഴിയുന്ന യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ഇനിയുള്ള നാളിനൊക്കായി അങ്ങേക്കായി ഞാൻ ജീവിക്കും നാഥ, അങ്ങേക്കായി ഞാൻ ജീവിക്കും നാഥ, അങ്ങേക്കായി ഞാൻ ജീവിക്കും. എത്ര പേർ ഏറ്റു പറയും? എന്നോട് ചേർന്ന് എത്തി പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഏറ്റു പറയാൻ കഴിവുള്ളവർ, ഏറ്റു പറയാൻ താല്പര്യമുള്ളവർ, ആ ഇടത് കരം നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് ആ വലത് കരം ഒന്ന് ഉയർത്തി പറ, കർത്താവേ, ഞാൻ നിനക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളല്ല, കാൽവരിയുടെ കുലമരത്തിൽ അങ്ങ് അനുഭവിച്ച കഷ്ടതയേക്കാൾ വലിയൊരു കഷ്ടത ഈ ലോകത്തിലില്ലപ്പാ. ഈ ലോകത്തിലെ കഷ്ടനഷ്ട രോഗ ദുഃഖ ദുരിതങ്ങളുടെ നടുവിലും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ഒരു ജീവിതത്തെ സമർപ്പിക്കുന്നു. ആ കരങ്ങളൊന്ന് ഉയരട്ടെ. അത് കാണുന്നത് മനുഷ്യനല്ല, ഇവിടെ വ്യാഹാമൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കരങ്ങളെ തൊടുകയാണ്. ഈ രാത്രിയിൽ ആരൊക്കെ ഹൃദയത്തെ സമർപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഹൃദയത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ, ആ ഹല്ലേലൂയ ഹൃദയങ്ങളെ തൊടുന്ന ആശ്വാസനായകനായ കർത്താവിൻ്റെ ആശ്വാസം നിന്റെ നീറിപ്പുകയുന്ന വിഷയങ്ങളുടെ നടുവിൽ, ഓ ഹല്ലേലൂയ, ആമേൻ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേലാമ്പന് വേണ്ടി മഴ പെയ്യുന്നത് പോലെ ഈ പകൽക്കാലം ഈ രാത്രിയിൽ ഒരു മഴ പെയ്തിറങ്ങുകയാ, ഒരു ആത്മമഴ പെയ്തിറങ്ങുകയാണ്. ഓ റിസീവ് ദി ഹോളി അനോയിന്റിംഗ്. ഓ റബശംദനെ റിബലവ. ഓ ജീസസ് കർത്താവേ, അവിടുത്തെ തിരുസന്നിധി കരമുയർത്തി നിൽക്കുന്ന ഈ ജനത്തിന്റെ മേൽ ആ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ.
ഹൃദയത്തിൻ്റെ കത്തളത്തിൽ ദൈവമേ അങ്ങയോട് തീരുമാനമെടുത്ത വ്യക്തി ജീവിതങ്ങളോട് ദൈവം ഇന്ന് രാത്രി ഇടപെടുന്നതിനായി സ്തോത്രം. അവിടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതിനായി സ്തോത്രം. അവർ ഭാരപ്പെടുന്ന വേദനിക്കുന്ന അനേക നാളുകളായി ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിലുള്ള വിടുതൽ ഇന്ന് രാത്രി ദൈവം അയച്ചിരിക്കുകയാൽ സ്തോത്രം. നാഥ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നന്ദി കർത്താവേ. Thank you Lord.